ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ്. ഇതിന് അതിശയപ്പത്തിരി എന്നും പറയാറുണ്ട്. ചിക്കൻ കൊണ്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു 350 ഗ്രാം ചിക്കനിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആണ് ഇവിടെ ചിക്കൻ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലപോലെ തണുത്തതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ മാറ്റി ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ നേരത്തെ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ സവാള ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പിരിയമുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേ മസാല തന്നെ ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചതിലും ചേർത്തിട്ടുണ്ട്. അതിൽ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഗരം മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നേരത്തെ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചിക്കൻ കൊണ്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരം ബീഫ് കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലോട്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരമുള്ള ഫില്ലിങ് വെച്ചും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറുണ്ട് സാധാരണയായിട്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഈ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള മൈദ കൊണ്ടുള്ള പത്തിരികൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു 3/4 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. പിന്നെ ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഈ മൈദ കൊണ്ടുള്ള പത്തിരിക്ക് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനി ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ തന്നെ മൈദ കൊണ്ടുള്ള പത്തിരി തയ്യാറാക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഈ പാത്രത്തിലോട്ട് ഒരു 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പശുവിൻ്റെ പാലാണ്. ഇത് അങ്ങനെ കാച്ചണമെന്നൊന്നും നിർബന്ധമില്ല.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. 1/4 കപ്പ് മതി, അതിൽ കൂടി പോകണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മൈദ കൊണ്ടുള്ള പത്തിരിയും അതുപോലെ ഫില്ലിങ്ങും അതുപോലെ മുട്ട കൊണ്ടുള്ള മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ മൈദ കൊണ്ടുള്ള പത്തിരി എടുത്ത് ഈ മുട്ടയും അതുപോലെ പാലും കൊണ്ടുള്ള മിശ്രിതത്തിലൊന്ന് മുക്കിയിട്ട് ഈ സോസ് പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നിരത്തി കൊടുക്കാം. ഇനി അടുത്ത മൈദ കൊണ്ടുള്ള പത്തിരി ഇതുപോലെ മുട്ടയിലും ആ പാലുകൊണ്ടുള്ള മിശ്രിതത്തിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാനൊരു 6 മൈദ കൊണ്ടുള്ള പത്തിരിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 5 പത്തിരിയുടെ മുകളിൽ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇത് 6ാമത്തെ പത്തിരിയാണ് ഈ മുട്ട മിക്സിൽ മുക്കി ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായിക്കോളും. ഇനി ഈ ചട്ടിപ്പത്തിരി ഗ്യാസിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരിട്ട് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞൊരു ഫ്രൈയിങ് പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചട്ടിപ്പത്തിരിയുടെ അടിഭാഗം കരിയാതിരിക്കും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ടക്കൂട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് മറിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ സൈഡ് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഞാൻ ഈ ചട്ടിപ്പത്തിരി ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട് ഈ ഫ്രൈയിങ് പാനിലോട്ട്. എന്നാൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി ഇതിൻ്റെ അടിഭാഗം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് 5 മിനിറ്റിന് ശേഷം. ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 6 പത്തിരി കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡിഷാണ് ഈ ചട്ടിപ്പത്തിരി. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.